ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണേ. റോഡിൻ്റെ അടുത്ത് നമ്മുടെ പ്ലാവ് നിൽപ്പുണ്ട്. ആ പ്ലാവേലിൻ്റെ ചോട്ടിലായിട്ടാണ് ചക്കയൊക്കെ ഉണ്ടായി കിടക്കുന്നത്. ഇനിയിപ്പോൾ വലുതായാലും ഇത് ചേർന്നിരിക്കുന്നതുകൊണ്ട് ഈ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് കേടാവുകയെ. അതുകൊണ്ട് ഞങ്ങൾ അതിൽ ഒരെണ്ണം പറിച്ച് ഇടിച്ചക്ക ഉണ്ടാക്കുക ഇന്ന്. ഇപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇടിച്ചക്ക തോരനാണ്. അപ്പോൾ ഇന്നലെ വെഞ്ചാൻ എനിക്ക് ഒരെണ്ണം ഇങ്ങനെ മാറ്റി വെച്ച് തന്നായിരുന്നു, ഇത് പറിച്ചാൽ മതി എന്നും പറഞ്ഞ്. എന്നിട്ട് നമ്മൾ വിയറ്റ്നാം എയർലിയുടെ ചക്ക മൂത്തു എന്ന് വിചാരിച്ച് തുളച്ച് നോക്കിയിട്ട് മൂത്തില്ലായിരുന്നു. അത് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് മൂടി വെച്ചേക്കുന്നു. അപ്പൂൻ്റെ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ മുള്ളൊക്കെ പരന്നായിരുന്നേ. അതിൻ്റെ തണ്ടയിൽ മുളഞ്ഞീനൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അത് മൂത്തിട്ടില്ല. ഇപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഇതുപോലെ പറ്റുമെങ്കിൽ ഇത് വെള്ളത്തിൽ വെച്ച് അരിയുവാണെങ്കിൽ ഒട്ടും കയ്യേലും മുളഞ്ഞിയും പറ്റത്തില്ലേ. ഞങ്ങളുടെയൊക്കെ ഇലഞ്ഞിയിലൊക്കെ മുളഞ്ഞിന്നാണ് പറയുന്നത്, ഇവിടെയൊക്കെ അരക്കെന്നാണ് പറയുന്നത്, ചക്കയരക്ക്. മുളഞ്ഞിന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ട് അങ്ങനെയേ വരത്തുള്ളൂ. ഇതിൻ്റെ ഇപ്പോൾ തൊലിയെല്ലാം ഇത് ചെത്തിക്കളഞ്ഞ് ഇതെല്ലാം റെഡിയാക്കി നമ്മൾ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ കുക്കറിലിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇത് തീരെ ചെറിയ പീസാക്കി ഞാൻ ഇത് അരിഞ്ഞെടുക്കും. കുറേ പ്രാവശ്യം കഴുകുകയും ചെയ്യും കേട്ടോ. അതിനെന്ന് പറഞ്ഞാൽ നല്ലപോലെ മുളഞ്ഞിനുള്ള പ്ലാവാണിത്. എന്നിട്ട് തീരെ ചെറിയ പീസാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോപ്പറിലിട്ടാണ് ഇത് വെന്ത് കഴിയുമ്പോൾ ഞാനിത് അടിച്ചെടുക്കുന്നത്. നമ്മൾ ഈ അരകല്ലേലും ഒക്കെ വെച്ച് ചതച്ചൊക്കെ കഴിയുമ്പം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ച് കഴിയുമ്പോൾ കുഴഞ്ഞു പോകും. അരകല്ലേലിട്ട് അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും അത് വേറെ ഒരു രീതിയായിട്ട് വരും, നീണ്ടും ഇതുമൊക്കെ. നമ്മൾ വെള്ളം ഒഴിച്ചാൽ വേവിക്കുന്നത്. അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും പിന്നെ ഒരു കരിയാപ്പിലയും കൂടി ഇടുവേ. എന്നിട്ട് കരിയാപ്പിലയും വെളുത്തുള്ളിയും കുരുമുളകും ഇല്ലാത്ത വലിയ കറികളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. മാക്സിമം എനിക്ക് ഇതൊക്കെ ഞാൻ ഉപയോഗിക്കും കൂടുതലും. അപ്പോൾ ഇതിനകത്ത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ കാണിക്കും. എന്നിട്ട് നമ്മൾ ഒരു വിസിലടിപ്പിക്കണേ. ഒരു വിസിലടിപ്പിച്ചേച്ച് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഇനി ഇതിൻ്റെ അകത്ത് അരയ്ക്കുന്ന സാധനങ്ങൾ പറഞ്ഞാൽ തേങ്ങ വേണം, കാന്താരി മുളക് വേണം, മഞ്ഞൾപ്പൊടി വേണം, കരിവേപ്പില വേണം, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേണം. ഇത്രയും സാധനങ്ങൾ മതിയേ. ഇനി കാന്താരി അരയ്ക്കുന്നതുകൊണ്ട് നല്ല എരിവായിരിക്കും, ചക്കയ്ക്ക് പെട്ടെന്ന് എരിവ് പിടിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വറ്റൽമുളകും ചുവന്നുള്ളി അരിഞ്ഞതും കൂടി എടുക്കുവേ. അതുകൊണ്ട് കാന്താരി ആണെങ്കിൽ കുറച്ചേ എടുക്കാവുള്ളൂ, അവരവരുടെ എരിവിൻ്റെ ഇഷ്ടം പോലെ. ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ആ തുളയൊക്കെ ഉള്ളൊരു പാത്രമില്ലേ, നമ്മുടെ വെള്ളമൊക്കെ വാർന്നു പോകുന്നത്, അതിലോട്ട് വെക്കണം. എന്നിട്ട് ഇത് ആറി വരുന്ന നേരത്തിന് നമുക്ക് അരപ്പരച്ചുകൊണ്ട് വരണേ. ഈ അരപ്പരച്ചിട്ട് അത് കഴുകിയെടുത്ത വെള്ളമാതെ മിക്സിയിലാട്ടോ അരച്ചേ. ആ വെള്ളം എടുത്ത് വയ്ക്കുന്ന എന്തിനാണെന്നോ, അത് തികഞ്ഞില്ലെങ്കിൽ നമ്മളിപ്പം വെള്ളത്തിന് പോരായ്മ ഉണ്ടെങ്കിൽ നമ്മളത് എടുക്കും, ഇല്ലെങ്കിൽ അത് കളയും. അതല്ലേ വല്ല മോരിനൊക്കെ എടുക്കാമെങ്കിൽ അത് എടുക്കാം. ഇത് കണ്ടോ, ചോപ്പറിലിട്ട് അടിച്ചെടുത്തിട്ട് കണ്ടോ, എല്ലാം ഒരേ കനത്തിൽ ഒരേ രീതിയിലിരിക്കും. പക്ഷേ നമ്മൾ അരകല്ലേ വെച്ച് ചതയ്ക്കോ ആണെങ്കിൽ കുറച്ച് നീണ്ടിരിക്കും, കുറച്ച് എന്തോ പോലെയൊക്കെ ഒരു ഭംഗിയൊന്നും കാണത്തില്ല. പിന്നെ നമുക്ക് എളുപ്പമുണ്ട്, പിന്നെ അരകല് കഴുകാൻ പോകണം. മിക്സി ആണെങ്കിലും ഇങ്ങനെ ഉണ്ട പോലെ കട്ട കെട്ടി കിടക്കുവേ. പിന്നെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും അതിൻ്റെ അതോട് കടുക് പൊട്ടണം. ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടായത്, ഞങ്ങൾ ആദ്യമായിട്ട് ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഉഴുന്ന് ചേർക്കും കടുക് പൊട്ടിക്കുമ്പം, അതല്ലെങ്കിൽ ഇച്ചിരി മുതിര ചേർക്കും. ഇതിപ്പോൾ ആദ്യം ആയതുകൊണ്ട് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുവാണേ. ഇനിയിപ്പം കുറച്ച് പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ മടുക്കും എല്ലാവരും. പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ, പകുതി നാളെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ വറ്റൽമുളകും ചുവന്നുള്ളിയിട്ട് കടുക് പൊട്ടിച്ച് മൂത്ത് കഴിയുമ്പോഴത്തേനും ഡ്രൈ ആയി ഒത്തിരി അങ്ങോട്ട് എന്നാ പറയുന്നത്, മൊരിഞ്ഞു പോകണ്ടേ. നമ്മൾ ഈ അരപ്പ് ആദ്യമേ ഇടുന്നത്. അരപ്പ് വേകാനുണ്ടല്ലോ, നമ്മുടെ ചക്ക വെന്തിരിക്കുന്നതാണ്. അപ്പോൾ അരപ്പ് നല്ലപോലെ ഇട്ട് ഇളക്കി അതിൻ്റെ പച്ചച്ചൊവയെല്ലാം മാറി നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്ന് കഴിയുമ്പോഴത്തേനും, ഇപ്പോൾ പോരായ്മ ഉണ്ടെങ്കിൽ ഒഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം എടുത്തത്. നമുക്ക് പോരായ്മകളൊന്നും ഇല്ലായിരുന്നു, കറക്റ്റായിരുന്നു എല്ലാം. അതുകൊണ്ട് ഞാൻ ആ വെള്ളം ഉപയോഗിച്ചില്ല കേട്ടോ. പോരാത്ത ഉപ്പുപൊടിയും ഇച്ചിരൂടെ കളർ ഇരിക്കട്ടെ എന്ന് ഇച്ചിരൂടെ മഞ്ഞൾപ്പൊടി എടുത്തേ. നമ്മൾ പൊടിച്ച് വയ്ക്കുന്ന മഞ്ഞളായതുകൊണ്ട് കളറ് കുറവാണേ. പിന്നെ അത് അതിൻ്റെ അകത്തോട്ട് വാരിയിട്ട് നമ്മളത് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോഴത്തേനും നമ്മുടെ കറിയെല്ലാം സെറ്റായി. അത്രേ ഉള്ളൂ, എളുപ്പമുള്ള പരിപാടി. പിന്നെ ചക്കയരക്ക് പറ്റുന്ന ഒറ്റ കുഴപ്പമുള്ളേ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പൂൻ്റെ ചാനലും കയറി കാണണേ, സബ്സ്ക്രൈബ് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യണം. ഇപ്പോൾ കണ്ടോ, ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടൊക്കെയാണ് കിട്ടിയേക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ആകുമ്പോൾ എല്ലാവരും പിടിച്ച് പറിച്ച് കഴിച്ചോളും. ഇപ്പോൾ ഞാനത് വൈകുന്നേരം എഡിറ്റ് ചെയ്യുമ്പോൾ സാധനം തീർന്നു. അപ്പം ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.